ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ ക്ലാസ് ഓഫ് സൂപ്പർ നോട്ട്സ്. സൂപ്പർ നോട്ട്സിന്റെ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടാ മക്കളെ, PSC, SSC, RRB എന്നിവയ്ക്കൊക്കെ ശേഷം ഇന്നത്തെ ഈ ക്ലാസ്സോടുകൂടി സൂപ്പർ നോട്ട്സ് പുതിയൊരു ചരിത്രം കുറിക്കുകയാണ് മക്കളെ. 8, 9, 10 ക്ലാസ്സുകളിലേക്കുള്ള സ്കൂൾ ട്യൂഷൻ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് മക്കളെ. സോ ഞാൻ നിങ്ങളുടെ സോഷ്യൽ സയൻസ് ഫാക്കൽറ്റിയാണ്. സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററിയുടെ ഭാഗമായിരിക്കും ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ എടാ മക്കളെ, നിങ്ങൾക്ക് SSLC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചാപ്റ്ററുകൾ ഉള്ള സബ്ജക്റ്റാണ് ഏതാ? സോഷ്യൽ സയൻസ് അല്ലേ. 21 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് എവിടെ പഠിക്കാനുള്ളത്? സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എന്നാൽ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇനി എത്ര ചാപ്റ്ററുകൾ പഠിച്ചാൽ മതിയടാ? 15 ചാപ്റ്ററുകൾ പഠിച്ചാൽ മതി. എത്ര ചാപ്റ്റർ പഠിക്കണ്ട? 21 ചാപ്റ്ററുകൾ പഠിക്കണ്ട. ശരിയല്ലടാ. ഈ 15 ചാപ്റ്ററുകളിൽ നമുക്ക് 9 കമ്പൽസറി ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് അല്ലേടാ. 9 കമ്പൽസറി ചാപ്റ്റേഴ്സും 6 ഓപ്ഷണൽ ചാപ്റ്റേഴ്സും. ശരിയല്ലടാ. ഈ 9 കമ്പൽസറി ചാപ്റ്റേഴ്സിൽ 5 ചാപ്റ്റേഴ്സ് എവിടെ നിന്നാടാ? ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നും. 4 ചാപ്റ്റർ എവിടെ നിന്നാ? ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നാണ്. അങ്ങനെ ആകെ മൊത്തം 9 കമ്പൽസറി ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ശരിയാണ്, ഓക്കെ ആണ്. എടാ മക്കളെ, അടുത്ത ഓപ്ഷണൽ ചാപ്റ്റേഴ്സിലേക്ക് പോകുമ്പോൾ 6 pairs ഓഫ് ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് എവിടെയുള്ളത്? ആ ഭാഗത്തുള്ളത്. 3 ഫ്രം ജോഗ്രഫി, 3 pairs ഫ്രം ജോഗ്രഫി ആൻഡ് 3 pairs ഫ്രം ഹിസ്റ്ററി. ഈ ഭാഗത്ത് നിന്ന് ഓരോ പേരിൽ നിന്നും ഓരോ ചാപ്റ്റേഴ്സ് വെച്ചിട്ട് ആകെ മൊത്തം നമുക്ക് 6 ചാപ്റ്ററുകളാണ് എവിടെ പഠിക്കാനുള്ളത്? ഓപ്ഷണൽ പാർട്ടിൽ പഠിക്കാനുള്ളത്. ആകെ മൊത്തം അങ്ങനെ 15 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 15 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അടുത്ത ദിവസം തന്നെ ഉടനടി നമ്മളൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. ഓക്കെ എടാ, ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ സോഷ്യൽ സയൻസിന്റെ ഹിസ്റ്ററി പാർട്ടായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ എടാ മക്കളെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ടോപ്പിക്. എടാ മക്കളെ, സൂപ്പർ നോട്ട്സ് ക്ലാസ് ആരംഭിക്കുന്ന തന്നെ ഒരു ഷോർട്ട് പ്രഡിക്ഷൻ എസ്സേ ക്വസ്റ്റ്യനിൽ നിന്നാണ് കേട്ടോടാ. മക്കളെ, നിങ്ങളെ മാർച്ച് 10 നടക്കാൻ പോകുന്ന സോഷ്യൽ സയൻസ് പരീക്ഷയിൽ രാവിലെ 9:30 ആരംഭിക്കുന്ന സോഷ്യൽ സയൻസ് പരീക്ഷയുടെ ചോദ്യ പേപ്പറിൽ 25ാമത്തെ ചോദ്യമായിട്ട് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണാൻ പോകുന്നതാണ് റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററിലെ ഒരു 6 മാർക്ക് ഷോർട്ട് എസ്സേ നിങ്ങൾക്ക് 25ാമത്തെ ചോദ്യമായിട്ട് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ മക്കളെ, നമ്മൾ ഇന്ന് തുടങ്ങുന്നതും ആ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. കാരണം ആ ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സേ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, ഈ 4 റെവല്യൂഷനിൽ ഒരു റെവല്യൂഷൻ നിങ്ങൾക്ക് എസ്സേ ആയിട്ട് 6 മാർക്കിന്റെ എസ്സേ ആയിട്ട് ചോദിക്കുന്നതായിരിക്കും. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം നിങ്ങൾക്ക് എസ്സേ ആയിട്ട് വരില്ലടാ മക്കളെ, വരില്ല. ഓക്കെ ആണോ? അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ സെറ്റാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അതിനു മുമ്പ് മക്കളെ, ഈ 4 റെവല്യൂഷനിൽ ഏത് റെവല്യൂഷൻ ചോദിച്ചാലും ഇതിനെ ഡിഫൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒരൊറ്റ സ്ട്രാറ്റജി മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഈ 4 എസ്സേക്കും കൂടെ ഒരൊറ്റ സ്ട്രാറ്റജി ഏത് ചോദിച്ചാലും 6 ഔട്ട് ഓഫ് 6 ഷുവർ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആ സ്ട്രാറ്റജീസിനെ കുറിച്ച് എന്ത് ചെയ്യാടാ മക്കളെ ഡിസ്കസ് ചെയ്യാം. എടാ, the very first key element that you want to keep in your essay, that is the social background or the social scenario or the social context. എടാ മക്കളെ, ഈ എസ്സേയിലെ ആദ്യത്തെ കീ എലമെന്റ്, ഒരു കോമൺ എലമെന്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് ദ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓർ ദ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഓർ ദ സോഷ്യൽ സിനാരിയോ. മക്കളെ, ഇതൊരു കോമൺ എലമെന്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് ഏതൊരു ഭാഗത്ത് നിന്ന് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഈ എലമെന്റിന് എന്ത് ചെയ്യാടാ? കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം ചരിത്രപ്രസിദ്ധമായ എല്ലാ സംഭവങ്ങൾ നടക്കുമ്പോഴും അതിനെന്തുണ്ടായിരിക്കൂടാ? ഒരു നിലനിൽക്കുന്ന ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ടുണ്ടായിരിക്കും. ശരിയല്ലടാ? ശരിയല്ലേ? അടുത്ത നമുക്ക് രണ്ടാമത്തെ എലമെന്റിലേക്ക് നടക്കാം. ദ സെക്കൻഡ് കീ എലമെന്റ് ദാറ്റ് യു വാണ്ട് ടു കീപ് ഇൻ യുവർ എസ്സേ, ദാറ്റ് ഈസ് ദ റീസൺസ് ഓർ അഥവാ കാരണങ്ങൾ. അല്ല മക്കളെ, ചരിത്രത്തിലോ ജീവിതത്തിലോ കുടുംബങ്ങളിലോ ഇന്നേ വരെ കാരണങ്ങളില്ലാതെ ഒരു വിപ്ലവങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല. ശരിയല്ലടാ മക്കളെ? ശരിയല്ലേ? അപ്പോ എല്ലാ വിപ്ലവങ്ങൾക്കും അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാവും. ശരിയാണ്. ഇനി മക്കളെ, മൂന്നാമത്തെ എലമെന്റിലേക്ക് പോകുമ്പോൾ ചരിത്രപ്രസിദ്ധമായ എല്ലാ വിപ്ലവങ്ങൾക്കും നേതാക്കന്മാരുമുണ്ട്, അവരുടേതായ മാസ് ഡയലോഗുകളും ഉണ്ടാവും അല്ലെ. കൂടാതെ അവരുടെ പ്രത്യയ ശാസ്ത്രങ്ങളും ഉണ്ടാവും. സോ അതായിരിക്കണം നിങ്ങളുടെ തേർഡ് കീ എലമെന്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. And the fourth and the final key element that you want to keep in your concluding part or in the analysis part, that is the results and its after effects. അതായത് ഒരു വിപ്ലവം നടക്കുമ്പോൾ അതിന് 2 പക്ഷങ്ങൾ ഉണ്ടാവും അല്ലടാ. ഒരു പക്ഷം വിജയിക്കുകയും മറ്റു പക്ഷം പരാജയപ്പെടുകയും ചെയ്യും. ശരിയല്ലേ? അപ്പൊ അതിനൊരു ഫലമുണ്ട്. ശരിയാണ്, ഓക്കെയാണ്.
ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർ എഫക്ട്സ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ പരിണത ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണോടാ, മനസ്സിലാക്കിയിരിക്കണം. അതായത് ഈ വിപ്ലവം പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് പ്രചോദനം നൽകിയോ, അല്ലെങ്കിൽ പിൽക്കാല ചരിത്രത്തിൽ ഈ വിപ്ലവം സ്വർണ്ണലിപികളാൽ രചിക്കപ്പെട്ടോ എന്നൊക്കെയുള്ള ഒരു അനാലിസിസ് ആയിരിക്കണോടാ നമ്മുടെ ഫൈനൽ പാർട്ടിൽ ഉണ്ടായിരിക്കേണ്ടത്. സാധാരണ നമ്മൾ എസ് എഴുതുമ്പോൾ മക്കളെ നമുക്ക് എന്തില്ലടാ, കൺക്ലൂഷൻ ഒന്നുമില്ല അല്ലേ. നമ്മൾ ആകെപ്പാടെ 4-5 പാരഗ്രാഫ് ഒരു എസ്സേക്കകത്ത് വയ്ക്കും. അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമ്മൾ ഏത് പേരയാണോ എഴുതുന്നത് ആ പേരയിലെ സെന്റൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നതാ, കൺക്ലൂഷൻ പാർട്ട് സാധാരണ എസ്സേകളിൽ എഴുതുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നല്ല വെടിച്ചില് പോയിന്റുകളാണ് മക്കളെ നമ്മൾ ഇനി വെക്കാൻ പോകുന്നത്. സോ ഈ 4 കീ എലമെന്റിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് 6 മാർക്കിന്റെ എസ്സേക്ക് 6 ഔട്ട് ഓഫ് 6 കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നോട് പറയണം. ഈ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണോടാ മക്കളെ, കമന്റ് ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യാടാ മക്കളെ, ചാപ്റ്ററിലേക്ക് കിടക്കാം. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. എടാ മക്കളെ, ഞാൻ പറഞ്ഞു ഇതിൽ 4 എസ്സേ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എടാ SSLC ആനുവൽ എക്സാം മാർച്ച് 10-ാം തീയതി നടക്കാൻ പോകണം നിങ്ങൾക്ക് സോഷ്യൽ സയൻസിന്റെ പരീക്ഷ. സോ നിങ്ങൾ ഈ 15 ചാപ്റ്ററും ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പഠിച്ചു പോകുന്നത് ഇനി ഒരു സ്മാർട്ട് സ്ട്രാറ്റജി ഒരിക്കലുമല്ല. നമ്മൾ വേണ്ടത് മാത്രം വേണ്ട വിധത്തിൽ പഠിക്കുക. അതിന് നിങ്ങൾ വേറൊരു റിസോഴ്സസിന്റെ ആവശ്യം തേടി പോവേണ്ടതില്ല. സൂപ്പർ നോട്ട്സിന്റെ ക്ലാസ്സുകളിലേക്ക് ഇങ്ങ് കയറി പോന്നാൽ മതി. എടാ മക്കളെ, വേണ്ടത് മാത്രം വേണ്ട വിധത്തിൽ പഠിക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് ഈ 4 റെവല്യൂഷൻസ് മാത്രമേ എസ്സേ ആയിട്ട് 6 മാർക്കിന്റെ എസ്സേ ആയിട്ട് നിങ്ങൾ ചോദിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു 4 എസ്സേയും 6 മാർക്കിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. വേറെ ഈ ചാപ്റ്ററിൽ നിന്നൊന്നും തന്നെ നിങ്ങൾ നോക്കേണ്ടതില്ല. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്ന ചാപ്റ്ററാണ് മക്കളെ. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു ക്രിഞ്ച് ചോദ്യം ചോദിക്കാം. ക്രിഞ്ചാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എന്നാലും ഇതാണല്ലോ അതിൻ്റെ ഒരു പ്രാഥമിക ചടങ്ങ്. എടാ മക്കളെ, വാട്ട് ഈസ് റെവല്യൂഷൻസ്, അല്ലെങ്കിൽ എന്താണ് വിപ്ലവങ്ങൾ ഒന്ന് പറഞ്ഞേടാ. എടാ ഒന്നുമില്ല മക്കളെ, ശ്രദ്ധിച്ചോ, ഞാൻ തന്നെ പറയാം. എടാ നിലവിലുണ്ടായിരുന്ന ഒരു വ്യവസ്ഥിതി അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന ഒരു മാനദണ്ഡത്തെ പുതിയൊരു വ്യവസ്ഥിതി അല്ലെങ്കിൽ പുതിയൊരു മാനദണ്ഡം കൊണ്ട് പുനഃസ്ഥാപിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നതാ, റെവല്യൂഷൻസ് അഥവാ വിപ്ലവങ്ങൾ. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? സാറ് വന്ന് കാവ്യഭാവനയിൽ എന്തോ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. ശരിയല്ലടാ മക്കളെ? എടാ പേടിക്കണ്ട, ഇപ്പൊ ശരിയാക്കി തരാം. ശ്രദ്ധിച്ചോ മക്കളെ, ഞാനാണ് ഇവിടത്തെ ജന്മി, അല്ലെങ്കിൽ ഐ ആം ദ റൂളർ ഓഫ് ദിസ് കിങ്ഡം. ഇവിടത്തെ ഭരണാധികാരി ഞാനാണ്. നിങ്ങളോ, നിങ്ങൾ ഇവിടത്തെ കർഷകരും. ആ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ പാടത്ത് നിങ്ങൾ വിളയിറക്കി നിങ്ങൾ വിളവെടുത്ത ഭക്ഷ്യസാധനങ്ങൾ നിങ്ങൾ എനിക്ക് മാത്രമേ വിൽക്കാവൂ, അതും ഞാൻ പറയുന്ന വിലയ്ക്ക്. എനിക്കല്ലാതെ മറ്റൊരു ജന്മിക്കോ മറ്റൊരു ജില്ലയിലേക്കോ മറ്റൊരു രാജ്യത്തിലേക്കോ മറ്റൊരു സംസ്ഥാനത്തിലേക്കോ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ ഭക്ഷ്യസാധനങ്ങൾ കയറ്റി അയക്കുവാൻ പാടുള്ളതല്ല. കൂടാതെ ഞാൻ നിങ്ങൾക്ക് മേൽ ഉയർന്ന നികുതിയും ചുമത്തും. ഇങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ എന്തായിരിക്കും എന്നോട് തിരിച്ചു പറയാൻ പോകുന്നത്? നിങ്ങൾ എന്നോട് പറയാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും: കാല് പിടിക്കാൻ കുനിയുന്നവന്റെ മൂർധാവിൽ തൊപ്പുന്ന സ്വഭാവം കാട്ടിയാൽ ഈ ഭൂമി മലയാളത്തിൽ ഒരു മോന്റെ മോനും അറക്കൽ മാധവനുണ്ണിക്ക് വിഷയമല്ല എന്നായിരിക്കും നിങ്ങൾ എന്നോട് പറയാൻ പോകുന്നത്. ശരിയല്ലടാ? നല്ല ആളോടാ നിങ്ങൾ പറയുന്നേ. നിങ്ങളിത് പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കുവോ? ഞാൻ തിരിച്ചെന്ത് പറയോടാ? ഈ ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥൻ സമോടാ, ആളറിഞ്ഞ് കളിക്കടാ എന്ന് ഞാൻ പറയും. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വിജയം നിങ്ങളുടെ ഭാഗത്തായിരിക്കും. കാരണം എന്താ? നിങ്ങളുടെ അധികാരങ്ങളെയും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും നിങ്ങളുടെ അവകാശങ്ങളെയുമാണ് ഞാൻ ചൂഷണം ചെയ്തത്. നിങ്ങളുടെ പാടത്ത് നിങ്ങൾ വിളയിറക്കി നിങ്ങൾ വിളവെടുത്ത ഭക്ഷ്യസാധനങ്ങൾ ആർക്ക് എങ്ങനെ എത്ര വിലയ്ക്ക് വിൽക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ആ അധികാരത്തെയും ആ അവകാശത്തെയും ആ സ്വാതന്ത്ര്യത്തെയും ഞാൻ ചൂഷണം ചെയ്താൽ നിങ്ങൾ എനിക്കെതിരെ എന്താരംഭിക്കൂടാ? വിപ്ലവങ്ങൾ ആരംഭിക്കും. വിപ്ലവങ്ങൾ ആരംഭിച്ച് ഞാൻ നിലവിൽ വച്ചിരുന്ന ഒരു വ്യവസ്ഥിതി എന്തായിരുന്നാ? ഞാൻ നിലവിൽ വെച്ചിരുന്ന വ്യവസ്ഥിതി, നിങ്ങളുടെ പാടത്ത് നിങ്ങൾ വിളയിറക്കി നിങ്ങൾ വിളവെടുത്ത ഭക്ഷ്യസാധനങ്ങൾ എനിക്ക് മാത്രമേ വിൽക്കാവൂ എന്ന വ്യവസ്ഥിതി നിങ്ങൾ മറ്റൊരു വ്യവസ്ഥിതി കൊണ്ട്, മറ്റൊരു വ്യവസ്ഥിതി എന്ന് പറയുന്നത് എന്താണ്? ആർക്ക് എപ്പോ എങ്ങനെ വിൽക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കും എന്ന വ്യവസ്ഥിതി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യൂടാ? പുനഃസ്ഥാപിക്കും. ഇതിനെയാണടാ മക്കളെ വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്, റെവല്യൂഷൻസ് എന്ന് പറയുന്നത്. ശരിയല്ലേടാ? ശരിയല്ലേ? അപ്പോൾ നമ്മുടെ അധികാരത്തെയും നമ്മുടെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും ചൂഷണം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യൂടാ? വിപ്ലവങ്ങൾ ആരംഭിക്കും. സോ നമുക്കിനി ചാപ്റ്ററിലേക്ക് കടക്കാം. മക്കളെ, ഈ എക്സാമ്പിൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ വീണ്ടും പറയും, അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആവും. ഇത് നിങ്ങൾ കാണാതെ പഠിക്കുകയോ ബൈഹാർട്ട് ചെയ്യുകയോ ഒന്നും വേണ്ട. ഈ കോൺസെപ്റ്റ് നിങ്ങളിലേക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത്. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യും. അപ്പോൾ ശ്രദ്ധിച്ചോ മക്കളെ, റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററിലേക്ക് നമുക്ക് കിടക്കാം. സോ അതിനു മുമ്പ്
മക്കളെ 2024 ആനുവൽ എക്സാമിന് 6 മാർക്കിന്റെ essay ആയിട്ട് ചോദിച്ച ചോദ്യമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ സർക്കംസ്റ്റൻസസ് ദാറ്റ് ലെഡ് ടു ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിന്റ്സ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച സർക്കംസ്റ്റൻസസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇൻക്ലൂഡിങ് മെർക്കന്റലിസ്റ്റ് ലോ. മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ നിങ്ങളുടെ എസ്സേയിൽ വളരെ വ്യക്തമായി ഉണ്ടായിരിക്കണം. കോണ്ടിനെന്റൽ കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനങ്ങളും നിങ്ങളുടെ എസ്സേയിൽ വളരെ വ്യക്തമായി ഉണ്ടായിരിക്കണം. സോ ഈ 2 പോയിന്റുകളെയും കവർ ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാ, നിങ്ങൾ ഈ എസ്സേ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ പറഞ്ഞു, എടാ മക്കളെ, ഈ ഭാഗത്ത് നിന്ന് ഏതൊരു എസ്സേ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ പഠിച്ച 4 കീ എലമെന്റിലൂടെ കടന്നു കഴിയുമ്പോൾ 6 ഔട്ട് ഓഫ് 6 ഷുവർ ആണ്ടാ മക്കളെ. അതിൽ സംശയമൊന്നും വേണ്ട. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. സോ നമ്മൾ കിടക്കുന്നു ആദ്യത്തെ ചോദ്യത്തിലേക്ക്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നമ്മൾ കിടക്കാണ്ടാ മക്കളെ. സെറ്റാണല്ലോ. എടാ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ ഒരു ചെറിയ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലടാ, ശരിയല്ലേ? കുമാരനാശാന്റെ സ്മാരകം, കായ്ക്കരയിലെ സ്മാരകത്തിൽ നിന്നുള്ള ഒരു ചെറിയ പിക്കാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഇങ്ങനെ കൊടുത്തതിന് ശേഷം തൊട്ടടുത്ത് റെഡിമെയ്ഡ് സ്റ്റിച്ചിട്ട കണക്ക് കുറെ പാരഗ്രാഫ് ഉണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യകത വിളിച്ചോതുന്ന വരികളാണിത്. ഇവിടെ മക്കളെ, ഞാൻ പറഞ്ഞു, സ്വാതന്ത്ര്യത്തെയും നിങ്ങളുടെ അവകാശങ്ങളെയും അധികാരങ്ങളെയും ചൂഷണം ചെയ്യപ്പെടുമ്പോഴാണ് വിപ്ലവങ്ങൾ ആരംഭിക്കുന്നത്. സോ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മനുഷ്യന് വളരെ ആവശ്യകതയേറിയ ഒന്നാണെന്നുള്ളതാണ് ഈ ഒരു പിക്ചറിലൂടെ വെളിവാക്കുന്നത്. സോ നമ്മൾ അതിനൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ കിടക്കുന്നു റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് മക്കളെ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ എസ്സേയിൽ എന്തുണ്ടായിരിക്കണോടാ, ദ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓർ ദ സോഷ്യൽ സിനാരിയോ ഓർ ദ സോഷ്യൽ കൺടാക്സ്റ്റ് ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അല്ലടാ, എന്തായിരുന്നുടാ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞേടാ മക്കളെ. എടാ, ഫ്രം ദ 16th century onwards, Europeans began to migrate to North America. The major aim of the migration is to exploit the resources. ശരിയല്ലടാ, 16-ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തടാ, യൂറോപ്യന്മാർ എവിടേക്ക് കുടിയേറിയടാ, വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറി. ആരെങ്കിലും വെറുതെ എവിടെയെങ്കിലും വന്ന് കുടിയേറൂടാ? ഒരിക്കലുമില്ല, ശരിയല്ലേ? കാരണം വടക്കേ അമേരിക്ക വിഭവങ്ങളാൽ സമ്പൽ സമൃദ്ധമാണ്. സോ അവരുടെ വ്യവസായത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന ഇടമായിട്ടും അവരുടെ വാണിജ്യ വസ്തുക്കൾ ഇവിടുത്തെ വിപണിയിൽ കൊണ്ടിട്ട് വിൽക്കുന്നതും ഇവിടുത്തെ വിഭവങ്ങൾ അവരുടെ നാട്ടിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇടമായിട്ട് മാത്രമാണ് അവർ എന്ത് ചെയ്തതാ, വടക്കേ അമേരിക്കയെ കണ്ടത്. ശരിയല്ലേ? ആരും വെറുതെ ഒരിടത്തും ചെന്ന് കുടിയേറില്ല, ശരിയല്ലടാ? അപ്പൊ ഇവിടുത്തെ വിഭവങ്ങൾ കൈയടക്കുക വഴി സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കുക എന്നതായിരുന്നു ആരുടെ ലക്ഷ്യടാ? ഈ പറഞ്ഞ കുടിയേറ്റക്കാരുടെ ലക്ഷ്യം. ശരിയല്ലേ? അങ്ങനെ 18-ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തടാ, വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ കുടിയേറ്റക്കാർ, ഇംഗ്ലണ്ടുകാർ എന്ത് ചെയ്തടാ, 13 കോളനികൾ സ്ഥാപിച്ചു. ശരിയല്ലടാ? 13 കോളനികൾ സ്ഥാപിച്ചു. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇവിടെ ന്യൂ ഹാംഷെയറിൽ തുടങ്ങി ജോർജിയയിൽ അവസാനിക്കുന്ന 13 കോളനികൾ. ശരിയല്ലടാ? ന്യൂ ഹാംഷെയർ, മസാച്യുസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കറ്റ്, ന്യൂജേഴ്സി, ന്യൂയോർക്ക്, പെൻസിൽവാനിയ, ഡെലാവെയർ, വിർജീനിയ, മേരിലാൻഡ്, നോർത്ത് കരോലിന, സൗത്ത് കരോലിന ആൻഡ് ജോർജിയ തുടങ്ങിയ 13 കോളനികൾ എവിടെ സ്ഥാപിച്ചു? വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ. സെറ്റല്ലേ? അപ്പോ 16-ാം നൂറ്റാണ്ടിൽ ഇവിടേക്ക് കുടിയേറി വന്നു. ഇവിടത്തെ വിഭവങ്ങൾ കൈയടക്കുക വഴി സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. തുടർന്ന് അവരെന്ത് ചെയ്തടാ, വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികളും സ്ഥാപിച്ചു. ശരിയല്ലേടാ? അങ്ങനെ നമ്മുടെ ഏരിയയിൽ വന്ന് നമുക്കിട്ട് പണിയും തന്ന് നമ്മുടെ വിഭവങ്ങൾ കൈയടക്കി ഇവിടെയുള്ളതൊക്കെ അവന്മാരുടെ നാട്ടിലേക്ക് കയറ്റി അയക്കുകയും അവരുടെ സാധനങ്ങൾ ഇവിടുത്തെ വിപണിയിൽ കൊണ്ടിട്ട് വിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ടെറിറ്ററി ആയിട്ട് മാത്രമാണ് ആരെ കണ്ടത്? വടക്കേ അമേരിക്കയെ കണ്ടത്. ശരിയല്ലേടാ മക്കളെ? ശരിയല്ലേ? ഇനി എന്ത് ചെയ്യുന്നടാ, മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടുകൂടി ചില നിയമങ്ങൾ എവിടെ നടപ്പിലാക്കുന്നു? വടക്കേ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കുന്നു. ഈ നിയമങ്ങൾ അറിയപ്പെടുന്ന പേരാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. മക്കളെ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച കാരണമാണടാ മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടുകൂടി കുടിയേറ്റക്കാർ കോളനിയിൽ നടപ്പിലാക്കിയ നിയമങ്ങളായിരുന്നു എന്തിന് കാരണമായത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് കാരണമായത്. ശരിയാണ്, സെറ്റാണ്, ക്ലിയർ ആണ്, അടിപൊളിയാണ്. എടാ മക്കളെ, ശ്രദ്ധിച്ചോ, നിങ്ങൾ ടൈം എക്സാമിന്റെ
ക്വസ്റ്റ്യൻ ആയിരുന്നു റൈറ്റ് എനി ടു ഓഫ് മെർക്കന്റിലിസ്റ്റ് ലോ, ഏതെങ്കിലും 2 മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എഴുതുക എന്നുള്ളത്. ഇവിടെ 6 മാർക്കിന്റെ ആനുവൽ എക്സാമിനും മെർക്കന്റിലിസ്റ്റ് ലോ ചോദിച്ചിട്ടുണ്ട്. കാരണം മെർക്കന്റിലിസ്റ്റ് ലോയിൽ തൊടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലടാ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ 5 മെർക്കന്റിലിസ്റ്റ് നിയമങ്ങളാണ് നിങ്ങൾക്ക് എവിടെ പഠിക്കാനുള്ളതടാ, 5 മെർക്കന്റിലിസ്റ്റ് നിയമങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ശരിയല്ലടാ, നമുക്ക് 5 മെർക്കന്റിലിസ്റ്റ് നിയമത്തിലേക്ക് കടക്കാം. The very first mercantilist law, that is, the products to and from the colonies must be exported in British ships or the ships built in the colonies. എന്ന് വെച്ചാൽ എന്താണടാ മക്കളെ, കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ബ്രിട്ടീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. ശരിയല്ലേ? എന്താടാ, കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ബ്രിട്ടീഷ് കപ്പലുകളിലോ അല്ലെങ്കിൽ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. രണ്ടാമത്തെ മെർക്കന്റിലിസ്റ്റ് നിയമം എന്തായിരുന്നടാ, ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ all the legal documents like newspaper, pamphlets, license, etc. അതായത് കോളനികളിലെ എല്ലാ നിയമപരമായ പ്രമാണങ്ങളിലും ബ്രിട്ടീഷ് മുദ്ര പതിപ്പിച്ചിരിക്കണം. ന്യൂസ് പേപ്പർ, ലൈസൻസ്, പാംപ്ലെറ്റ്സ് മുതലായ എല്ലാത്തിലും ബ്രിട്ടീഷ് മുദ്ര പതിപ്പിച്ചിരിക്കണം. എടാ ശരിയല്ലേ? ഓക്കെ, ശരിയാണ്, സെറ്റാണ്, ഓക്കെ ആണ്. അടുത്ത മൂന്നാമത്തെ ലോ എന്തായിരുന്നടാ, the products in the colonies like wool, cotton, tobacco, sugar could be only exported to England. അതായത് കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പരുത്തി, പഞ്ചസാര, തേയില, പുകയില എന്നിവ എങ്ങോട്ടേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ, ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. ശരിയല്ലേടാ? എടാ നാലാമത്തെ മെർക്കന്റിലിസ്റ്റ് നിയമം എന്തായിരുന്നടാ, നാലാമത്തെ മെർക്കന്റിലിസ്റ്റ് നിയമം, colonies must provide food and quotas to the British troops which were maintained in the colonies. അതായത് കോളനികളിൽ നിലനിർത്തിയിരിക്കുന്ന ബ്രിട്ടീഷ് സൈന്യത്തിന്റെ താമസവും ഭക്ഷണവും ആര് തന്നെ നോക്കണോടാ, കോളനിക്കാർ തന്നെ നോക്കണം. ശരിയല്ലേ? അടുത്ത the final and the 5th mercantilist law, that is, imposed tax must be paid on tea, glass, paper, etc. അതായത് തേയില, ഗ്ലാസ്, പേപ്പർ എന്നിവയ്ക്ക് എന്ത് ചെയ്യണോടാ, ഇറക്കുമതി ചുങ്കം നൽകണം. ശരിയാണ്. ഇതാണ് 5 മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ. ശരിയല്ലടാ മക്കളെ? നമ്മൾ 5 മെർക്കന്റിലിസ്റ്റ് നിയമങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തത്. ശരിയല്ലടാ? ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, the goods to and from the colonies must be carried only in British ships or the ships built in the colonies. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ബ്രിട്ടീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. ശരിയടാ? രണ്ടാമത്തെ എന്തായിരുന്നു, കോളനിയിലെ നിയമപരമായ എല്ലാ പ്രമാണങ്ങളിലും ബ്രിട്ടീഷ് മുദ്ര പതിപ്പിച്ചിരിക്കണം. മൂന്നെന്തായിരുന്നടാ, കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, തേയില, അല്ലേ, കോട്ടൺ, ടുബാക്കോ ഒക്കെ എങ്ങോട്ടേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ, ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. ശരിയല്ലടാ? ഇമ്പോസ്ഡ് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഓൺ ടീ, ഗ്ലാസ്, പേപ്പർ, അല്ലേ. അതുപോലെ കോളനിയിൽ നിലനിർത്തിയിരിക്കുന്ന ബ്രിട്ടീഷ് സൈന്യത്തിന്റെ താമസവും ഭക്ഷണവും ആര് തന്നെ നോക്കണോടാ, കോളനിക്കാർ തന്നെ നോക്കണം. ശരിയല്ലടാ? അപ്പോൾ 5 മെർക്കന്റിലിസ്റ്റ് നിയമങ്ങളും നിങ്ങൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിരിക്കണം മക്കളെ, പഠിച്ചിരിക്കണം. നിങ്ങളുടെ എസ്എ ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്നാണെങ്കിൽ ഉറപ്പായിട്ട് മെർക്കന്റിലിസ്റ്റ് ലോയെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ എഴുതേണ്ടി വരും. സോ അതുകൊണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ പ്രിപ്പയർ ചെയ്യുക. സോ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു വിശ്വവിഖ്യാതമായ സംഭവത്തിലേക്കാണ് കേട്ടോടാ. ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നടാ ഇനി പോകുന്നത്. ദാറ്റ് ഈസ് ദ ബോസ്റ്റൺ ടീ പാർട്ടി കേട്ടോ. ബോസ്റ്റൺ ടീ പാർട്ടിയിലേക്കാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകാനായിട്ട് പോകുന്നത്. ഓക്കേടാ. തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായിട്ട് കോളനി ജനത എന്ത് ചെയ്തടാ, റെഡ് ഇന്ത്യൻസിന്റെ വേഷം ധരിച്ച് ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി 342 പെട്ടി തേയില എന്ത് ചെയ്തടാ, കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ സംഭവമാണ് എന്തെന്നറിയപ്പെടുന്നത്, ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരിയല്ലേടാ? ശരിയല്ലേ? നോക്കൂ. The high tax levied by the British government on tea fired up strong protest in America. On 16th December 1773, a group of people disguised as the Red Indians boarded the ships at night in the Boston harbor and threw 342 chests of tea into the sea. This protest is known as Boston Tea Party.
ഈ സംഭവമാണ് എന്തെന്ന പേരിൽ അറിയപ്പെടുന്നടാ? ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്ന എപ്പോഴാടാ? 1773 ഡിസംബർ മാസം 16-ന്. 1773 ഡിസംബർ മാസം 16-നാണ് ഈ സംഭവം നടക്കുന്നത്. എടാ മക്കളെ, അപ്പൊ ഇതുവരെ നമ്മൾ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു അല്ലടാ. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? 16-ാം നൂറ്റാണ്ടിലെ എന്ത് ചെയ്തടാ? കുടിയേറ്റക്കാർ എവിടേക്ക് കുടിയേറി? വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറി. ശരിയല്ലടാ. വിഭവങ്ങൾ കൈയടക്കുക വഴി സാമ്പത്തിക ഭദ്രത. ശരിയാണ്. അവരുടെ വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന ഇടമായിട്ടും അവരുടെ സാധനങ്ങൾ ഇവിടുത്തെ വിപണിയിൽ കൊണ്ടിട്ട് വിൽക്കാനും അതുപോലെ ഇവിടുത്തെ വിഭവങ്ങൾ അവരുടെ നാട്ടിലേക്ക് കയറ്റുമതി ചെയ്യാനും. ശരിയല്ലടാ. പിന്നീട് മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടുകൂടി വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങൾ എന്ത് ചെയ്തടാ? 13 കോളനികളും സ്ഥാപിച്ചു. ശരിയല്ലേ? എന്നിട്ട് ചില നിയമങ്ങൾ കോളനിയിൽ നടപ്പിലാക്കി. അതാണ് മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ അല്ലേ. ഈ നിയമങ്ങളാണ് എന്തിലേക്ക് വഴിവെച്ചത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വഴിവെച്ചത്. സോ നമ്മൾ എന്ത് ചെയ്തടാ? സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചു കഴിഞ്ഞു, അതിനുശേഷം കാരണം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. എടാ മക്കളെ, നമ്മൾ പറഞ്ഞു എന്തുവാടാ? വിപ്ലവങ്ങൾ. എല്ലാ വിപ്ലവങ്ങളിലും നേതാക്കന്മാരും ഉണ്ടാവും, അവരുടെ മാസ് ഡയലോഗുകളും ഉണ്ടാവും അല്ലേ. അപ്പൊ നേതാക്കന്മാരും അവരുടെ മാസ് ഡയലോഗുകളും ഇല്ലാതെ ഇന്നേ വരെ ചരിത്രത്തിൽ ഒരു വിപ്ലവങ്ങളും കടന്നുപോയിട്ടില്ല. ശരിയല്ലേ? സോ അതിനു മുമ്പ് എടാ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ വടക്കേ അമേരിക്കയിൽ ഉയർന്നു വന്ന ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോടാ. എന്താണ് മക്കളെ ആ മുദ്രാവാക്യം? ഒന്ന് പറഞ്ഞേടാ. നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ എന്ന് വെച്ചാൽ എന്താടാ? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. കാരണം വടക്കേ അമേരിക്കയിലെ കോളനി ജനതയ്ക്ക് വടക്കേ അമേരിക്കയിൽ ഭരണത്തിലോ ഭരണസിരാ കേന്ദ്രങ്ങളിലോ യാതൊരുവിധ പ്രാതിനിധ്യവും ഇല്ലായിരുന്നു. അത്തരം സാഹചര്യത്തിൽ തങ്ങൾക്ക് അവകാശമില്ലാത്ത അല്ലെങ്കിൽ തങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത ഭരണത്തിലോ ഭരണസിരാ കേന്ദ്രങ്ങളിലോ തങ്ങൾക്ക് പ്രാതിനിധ്യമില്ലെങ്കിൽ തങ്ങൾക്ക് മേൽ നികുതി ചുമത്താൻ ആർക്കും എന്തില്ലടാ? അധികാരമില്ല. സോ നോട്ട് ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ. ഈ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവാരായിരുന്നടാ? ജെയിംസ് ഓട്ടിസ് ആണ് അല്ലേ. ജെയിംസ് ഓട്ടിസ് ആണ് ഈ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ്. ശരിയല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണ്ട? നമ്മുടെ മൂന്നാമത്തെ പോയിന്റിലേക്ക് പോവുകയാണ്. ലീഡേഴ്സ് ആൻഡ് ദെയർ മാസ് ഡയലോഗ്സ്, വിച്ച് മീൻസ് കാർഡ്സ് ആൻഡ് ദെയർ ഐഡിയോളജീസ്. ഓക്കെ. എടാ മക്കളെ, പ്രധാനപ്പെട്ട മാസ് ഡയലോഗുകൾ ഏതൊക്കെയായിരുന്നടാ? നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ജോൺ ലോക്ക് പറഞ്ഞതാണ് ആദ്യത്തെ. എന്താടാ? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. Everyone has some fundamental rights. No government has the right to suspend them. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ശരിയല്ലേ? സെറ്റാണ്. എടാ അടുത്ത് നമ്മൾ പോകുന്നത് തോമസ് പെയിന്റെ ഒരു കൊട്ടേഷനിലേക്കാണ്. തോമസ് പെയിന്റെ കൊട്ടേഷൻ എന്തായിരുന്നടാ? ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. There is something absurd in supposing a continent be perpetually governed by a foreign power. Here, the continent is supposed to North America and the foreign power which is supposed to England. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് ആരാണ്ട്രാ? തോമസ് പെയിൻ അല്ലേ. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കോമൺ സെൻസ് എന്ന ലഘുലേഖ എഴുതിയതും ആര് തന്നെയാണടാ? ഈ പറഞ്ഞ തോമസ് പെയിൻ തന്നെയാണ്. ശരിയല്ലടാ? കോമൺ സെൻസ് അല്ലേ എന്ന് പറയുന്ന ലഘുലേഖ തയ്യാറാക്കിയതും ആര് തന്നെയാടാ? തോമസ് പെയിൻ അല്ലേ. തോമസ് പെയിൻ കോമൺ സെൻസിലൂടെ പ്രഖ്യാപിച്ചത് എന്താണടാ? ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി. എന്താടാ? ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പറഞ്ഞത് ആരാണടാ? തോമസ് പെയിൻ ആണ് കേട്ടോ. തോമസ് പെയിൻ ആണ് മക്കളെ. തോമസ് പെയിൻ ആണ്. സോ നമ്മൾ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സെഷൻ. നമ്മൾ എന്ത് ചെയ്യാടാ? അടുത്തതിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് എടാ മക്കളെ, നമ്മൾ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു, കാരണം പറഞ്ഞു, അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞാൽ ലീഡേഴ്സ് ആൻഡ് ദെയർ കാർഡ്സ് പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ എന്തിലേക്ക് പോവാണ്? റിസൾട്ട്സിലേക്ക് പോവാണ് അല്ലെ, ഫലത്തിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വന്നല്ലേ, വടക്കേ അമേരിക്കയിലേക്ക് വന്ന് ഇവിടുത്തെ വിഭവങ്ങളെല്ലാം കൈയടക്കി എല്ലാം ചെയ്തിട്ട് നമുക്കെതിരെ റൂൾ ഇറക്കിയിരിക്കുകയാണ്. ആരടാ? ഇംഗ്ലണ്ടുകാർ. ശരിയല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങളൊന്ന് ഓർത്തേടാ. ഇതുവരെ പറഞ്ഞ കഥയിൽ മൊത്തം എന്തായിരുന്നടാ?
ഇംഗ്ലണ്ടുകാരായിരുന്നു ജന്മി, അല്ലേ? അല്ലെങ്കിൽ റൂളർ ഓഫ് ദ കിങ്ഡം എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇംഗ്ലണ്ടുകാരായിരുന്നു. എല്ലാ സാമ്പത്തിക ഇടപാടുകളും എല്ലാ കാര്യങ്ങളും ഇംഗ്ലണ്ടിൽ മാത്രമായിരുന്നു. ഇംഗ്ലണ്ടിന്റെ ഡോമിനേഷൻ ആയിരുന്നു. ശരിയല്ലടാ? അപ്പോൾ ഇനി എന്ത് ചെയ്യണോടാ? ആ നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥിതി അല്ലെങ്കിൽ ആ നിലവിലുണ്ടായിരുന്ന മാനദണ്ഡത്തെ പുതിയൊരു മാനദണ്ഡം കൊണ്ട് പുനഃസ്ഥാപിക്കണം. സോ എന്ത് ചെയ്യണോടാ? വിപ്ലവങ്ങൾ ആരംഭിക്കണം. ശരിയല്ലടാ? വിപ്ലവങ്ങൾ. ദ റെവല്യൂഷൻ സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. അപ്പൊ റെവല്യൂഷൻ എന്ത് ചെയ്യണ്ട മക്കളെ? റെവല്യൂഷൻ ഇവിടെ ആരംഭിക്കുന്നു. ശരിയല്ലേ? 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 സെറ്റാണ്. അപ്പോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു. ശരിയാണ്, വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു. എടാ മക്കളെ, ഒരു ഫൈറ്റിന് മുമ്പ് പ്ലാനിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, അല്ലേ? മാർക്ക് ചെയ്ത് സ്കെച്ച് ചെയ്താലേ കത്തിക്ക് വരയാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? ഒന്നുമില്ലാതെ അങ്ങ് ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ പടക്കോപ്പ് വിളിച്ച് പടപടപടേന്ന് ചെയ്യടാ വെടിവെക്കും. ശരിയല്ലേ? സോ എന്ത് ചെയ്യണം? പ്ലാനിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അങ്ങനെ വൻകര ഒന്നാകെ ഒന്നിക്കുന്നു. ഇംഗ്ലണ്ടിനെതിരെ പോരാടാനായിട്ട് വൻകര ഒന്നാകെ ഒന്നിക്കുകയാണ്. വടക്കേ അമേരിക്ക ഒന്നിക്കുകയാണ്. വടക്കേ അമേരിക്കയിലെ 13 കോളനികളുടെയും ജനപ്രതിനിധികൾ എന്ത് ചെയ്യാണ്ടാ? ഫിലാഡൽഫിയയിൽ 1774 1774 എന്ത് ചെയ്യാനടാ? ഒരു സമ്മേളനം കൂടുകയാണ്. ഇത് ചരിത്രത്തിൽ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം എന്ന പേരിൽ അറിയപ്പെടുന്നു. നമ്മുടെ ചോദ്യം, നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലിടാ, നമ്മുടെ ചോദ്യത്തിൽ കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം വളരെ വ്യക്തമായി സ്പെസിഫൈ ചെയ്യാനായിട്ട് 6 മാർക്കിന്റെ എസ്സേയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ത് ചെയ്യണോടാ? ഇവിടെ ചർച്ച ചെയ്തിരിക്കണം. ശരിയല്ലേടാ? ശരിയല്ലേടാ? ശരിയല്ലേ? സോ നമ്മൾ കോണ്ടിനെന്റൽ കോൺഗ്രസിലേക്ക് പതിയെ കടക്കുകയാണ്. സോ മക്കളെ, 1774 ഫിലാഡൽഫിയയിൽ എന്ത് ചെയ്യാണ്ടാ? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം കൂടുകയാണ്. സോ ഇതൊരു താൽക്കാലിക ഗവൺമെന്റിന്, ഒരു ടെമ്പററി ഗവൺമെന്റിന് എന്ത് ചെയ്തടാ? രൂപം നൽകി. തുടർന്ന് വ്യവസായത്തിനും വ്യാപാരത്തിനും തങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യണമെന്നും തങ്ങളുടെ അനുമതി കൂടാതെ തങ്ങൾക്ക് മേൽ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോളനി ജനത എന്ത് ചെയ്യാനടാ? കോളനി ജനത അന്നത്തെ രാജാവായിരുന്ന ജോർജ് മൂന്നാമന് ഒരു നിവേദനം നൽകുന്നു. ഇതാണ് ചരിത്രത്തിൽ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരിയല്ലേടാ? ശരിയല്ലേ? എടാ, പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു 13 കോളനികളുടെയും ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞു. പക്ഷേ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ 13 കോളനികളില്ലായിരുന്നു, 12 കോളനികളെ പങ്കെടുത്തിരുന്നുള്ളൂ. അപ്പോൾ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ആരാണടാ? ജോർജിയാണ് കേട്ടോ. ജോർജിയ ഒഴിച്ച് ബാക്കി 12 കോളനിയും എന്ത് ചെയ്തടാ? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനത്തിലെ പങ്കെടുത്തിരുന്നു. ശരിയാണ്, ശരിയാണ്, ശരിയാണ്. അപ്പൊ എന്ത് ചെയ്തടാ? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം ഒരു താൽക്കാലിക ഗവൺമെന്റിന് രൂപം നൽകി. ശരിയല്ലേ? ഒരു താൽക്കാലിക ഗവൺമെന്റിനെ രൂപം നൽകി. തുടർന്ന് വ്യാപാരത്തിനും വ്യവസായത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അനുമതിയില്ലാതെ തങ്ങൾക്ക് മേൽ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ രാജാവായിരുന്ന ജോർജ് മൂന്നാമൻ എന്ത് ചെയ്തടാ? ഒരു നിവേദനം നൽകി. ശരിയല്ലേ? ശരിയല്ലേടാ മക്കളെ? എന്നാൽ നല്ലവനായ ജോർജ് മൂന്നാമൻ എന്ത് ചെയ്തടാ? തന്റെ സൈന്യത്തെ ഉപയോഗിച്ച് കോളനി ജനതയെ അടിച്ചമർത്തി. ഇത് ഇംഗ്ലണ്ടും കോളനി ജനതയും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. ശരിയാണ്, ഓക്കെയാണ്, സെറ്റാണ്, ക്ലിയർ ആണ്, അടിപൊളിയാണ്. ശരിയടാ? അപ്പോ തങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും അതുപോലെ തങ്ങളുടെ അനുമതിയില്ലാതെ തങ്ങൾക്ക് മേൽ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം കൊടുത്തു. ജോർജ് മൂന്നാമൻ എന്ത് ചെയ്തടാ? ടീമിനെ ഇറക്കി അതങ്ങ് അടിച്ചമർത്തി. നമ്മൾ അടങ്ങോ? ഇല്ല. കഥ ഇവിടെയും അവസാനിക്കുന്നില്ല. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനത്തിലേക്ക് കഥ നീളുന്നു. 1775 ഫിലാഡൽഫിയ, ശരിയല്ലടാ? ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം. ശരിയല്ലേടാ? രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ എന്ത് ചെയ്യുന്നടാ? പറയടാ. കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി ആരെ തിരഞ്ഞെടുക്കുന്നു? ജോർജ് വാഷിംഗ്ടണിനെ തിരഞ്ഞെടുക്കുന്നു. ശരിയാണ്. കഥ ഇവിടെയും അവസാനിക്കുന്നില്ല. അങ്ങനെ മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനത്തിലേക്ക് പോകുന്നു. 1776 ജൂലൈ 4 1776 ജൂലൈ 4
കോളനി ജനത വിശ്വവിഖ്യാതമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നു. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആരംഭിക്കുന്ന വിശ്വവിഖ്യാതമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നു 1776 ജൂലൈ മാസം 4-ാം തീയതി. ശരിയല്ലേടാ? ജൂലൈ മാസം 4-ാം തീയതി, ശരിയല്ലേ? ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ആരൊക്കെയാടാ? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണും ചേർന്ന് എന്ത് ചെയ്തടാ? 1776 ജൂലൈ 4-ന് വിശ്വവിഖ്യാതമായ എന്ത് ചെയ്തു? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. തുടർന്ന് 1783 പാരീസ് ഉടമ്പടി പ്രകാരം, ഓർത്തിരിക്കുക മക്കളെ, 1783 പാരീസ് ഉടമ്പടി, 1783 പാരീസ് ഉടമ്പടി പ്രകാരം എന്ത് ചെയ്തടാ? ഇംഗ്ലണ്ട് 13 അമേരിക്കൻ കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിച്ചു. ശരിയല്ലേ? ശരിയല്ലേ? ശരിയല്ലടാ? ഇതാ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം വിശ്വവിഖ്യാതമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാവാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ എന്നിങ്ങനെ ആരംഭിക്കുന്ന വിശ്വവിഖ്യാതമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ശരിയല്ലേടാ? ശരിയല്ലേടാ? അപ്പോൾ സെറ്റാണ്. അപ്പോൾ 1783 പാരീസ് ഉടമ്പടി, അല്ലെ, 1783 പാരീസ് ഉടമ്പടിയിലൂടെയാണ് എന്ത് ചെയ്തതാ മക്കളെ? ഇംഗ്ലണ്ട് എന്ത് ചെയ്തത്? 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത്. ശരിയല്ലേ? തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനത്തിൽ ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കക്കായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കുന്നു. ശരിയല്ലടാ? ഭരണഘടന തയ്യാറാക്കുന്നു. ഈ പുതിയ ഭരണഘടന പ്രകാരം അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായിട്ട് ജോർജ് വാഷിംഗ്ടണിനെ തിരഞ്ഞെടുക്കുന്നു. ശരിയാണ് അല്ലടാ? ശരിയാണ്. അങ്ങനെ ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഭരണഘടന, അമേരിക്കൻ ഭരണഘടന 1789 എന്ത് ചെയ്തടാ? നിലവിൽ വന്നു. ശരിയാണ്. എടാ മക്കളെ, നിങ്ങൾക്ക് 2 പോയിന്റുകളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ആനുവൽ എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് മെർക്കന്റലിസ്റ്റ് ലോ ആണെങ്കിൽ, 2 ഏതാണടാ? കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനമാണ്. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 3 ടേബിളുകൾ എന്ത് ചെയ്യുക? 3 കോളമിലാക്കി വരയ്ക്കുക കേട്ടോ. ഒന്നിൽ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, തേർഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഒന്നാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസിലെ സംഭവങ്ങളൊന്ന് പറഞ്ഞേടാ, ഒന്ന് ഓർത്തെടുത്തേടാ. പറഞ്ഞേ. എടാ, 1774 ഫിലാഡൽഫിയയിൽ ചേർന്നു, അല്ലേ? ഇതിന്റെ പ്രാധാന്യം, ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്താടാ? ഇതൊരു താൽക്കാലിക ഗവൺമെന്റിന് രൂപം നൽകി, ഒരു ടെമ്പററി ഗവൺമെന്റിന് രൂപം നൽകി. ശരിയല്ലടാ? പിന്നീട് എന്താണ് സംഭവം? തുടർന്ന് വ്യാപാരത്തിനും വ്യവസായത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അനുമതി കൂടാതെ തങ്ങൾക്ക് മേൽ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ രാജാവായിരുന്ന ജോർജ് 3-ാമന് ഒരു പെറ്റീഷൻ നൽകി, ഒരു നിവേദനം നൽകി. ശരിയല്ലടാ? ഈ പെറ്റീഷനാണ് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത്. ശരിയാണ്. അപ്പൊ ജോർജ് 3-ാമൻ എന്ത് ചെയ്തടാ? സൈന്യത്തെ ഉപയോഗിച്ച് കോളനി ജനതയെ എന്ത് ചെയ്തടാ? അടിച്ചമർത്തി. ഇത് കോളനി ജനതയും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. ഇതാണ് 1-ാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. അത് ഫസ്റ്റ് കോളത്തിൽ ഉണ്ടായിരിക്കണം, നിങ്ങൾ വരച്ച് പഠിക്കേണ്ടത്. സെക്കൻഡിലേക്ക് എത്തുമ്പോൾ എന്താണ്? 2-ാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ അങ്ങനെ വലിയ വിശ്വവിഖ്യാതമായ സംഭവങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. 2-ാം കോൺഗ്രസ് സമ്മേളനം 1775 ഫിലാഡൽഫിയയിൽ തന്നെയാണ്. അവിടെ ആ സമ്മേളനത്തിൽ എന്താണ്? കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി ജോർജ് വാഷിംഗ്ടണിനെ തിരഞ്ഞെടുക്കുന്നു. സെറ്റാണ്, ക്ലിയർ ആണ്, ഓക്കെ ആണ്, അല്ലെ? ഇനി 3-ാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസിലേക്ക് വരുമ്പോഴോ 1776 ജൂലൈ 4-ന് എന്ത് ചെയ്യുന്നു? വിശ്വവിഖ്യാതമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തുടങ്ങുന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. ശരിയല്ലേ? തുടർന്ന് 1783 പാരീസ് ഉടമ്പടി പ്രകാരം എന്ത് ചെയ്തടാ? ഇംഗ്ലണ്ട് 13 കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിച്ചു, അല്ലെ? തുടർന്ന് ചേർന്ന ഭരണഘടനാ സമ്മേളനത്തിൽ ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കക്കായിട്ട് ഒരു പുതിയ ഭരണഘടന തയ്യാറാക്കി. 1789 ഈ ഭരണഘടന നിലവിൽ വന്നു. ശരിയാണ്, സെറ്റാണ്, ഓക്കെയാണ്. എടാ മക്കളെ, അപ്പോൾ ഞാൻ പറഞ്ഞ 4 കീ എലമെന്റുകളിലൂടെ നമ്മൾ കടന്നു കഴിഞ്ഞു, അല്ലേ? 4 അല്ല 3 എണ്ണത്തിലൂടെ, അല്ലേ? സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു, റീസൺസ് അഥവാ കാരണങ്ങളിലൂടെ നമ്മൾ വന്നു, ലീഡേഴ്സ്, കോഡ്സ് ആൻഡ് ദെയർ ഐഡിയോളജീസ് പറഞ്ഞു,
ഇനി നമ്മൾ റിസൾട്ട്സിലേക്ക് വരുമ്പോൾ ആരാണ് വിജയിച്ചത്? കോളനി ജനത വിജയിച്ചിരിക്കുകയാണ് അല്ലേ. അതായത് ഇംഗ്ലണ്ട് നിലവിൽ വച്ചിരുന്ന ഒരു വ്യവസ്ഥിതിയെ അല്ലെങ്കിൽ മാനദണ്ഡത്തെ ആര് പുനഃസ്ഥാപിച്ചു? കോളനി ജനത പുനഃസ്ഥാപിച്ചു. ഇത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിച്ച മാർഗം എന്തായിരുന്നോ? അറക്കൽ മാധവനുണ്ണിയോ ജഗന്നാഥനോ ആയിരുന്നോടാ? അല്ല, പകരം എന്തായിരുന്നു? വിപ്ലവങ്ങൾ എന്ന മാർഗം. ശരിയല്ലേ? റെവല്യൂഷൻസിലൂടെ എന്ത് ചെയ്തടാ? അവർ ആ വ്യവസ്ഥിതിയെ എന്ത് ചെയ്തു? പുനഃസ്ഥാപിച്ചു. ഓക്കെയാണ്, സെറ്റാണ്, ക്ലിയർ ആണ് അല്ലടാ. ഇനി നമുക്ക് ഒരേ ഒരു പോയിന്റിലൂടെ മാത്രമേ കടന്നു പോകാനുള്ളൂ. ആഫ്റ്റർ എഫക്ട്സ്, പരിണത ഫലങ്ങൾ. ശരിയല്ലടാ? പരിണത ഫലങ്ങൾ. അതായത് ഈ വിപ്ലവം പിൽക്കാല ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ടു, അല്ലെങ്കിൽ ഈ വിപ്ലവം പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് പ്രചോദനവും ലക്ഷ്യബോധവും ഒക്കെ നൽകിയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ അനാലിസിസ് പാർട്ടിൽ, കൺക്ലൂഷൻ പാർട്ടിൽ എന്തായിരിക്കണോടാ? കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ശരിയാണ്, കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെയാണ്. എടാ മക്കളെ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങളിലേക്ക് ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇനി ചർച്ച ചെയ്യേണ്ടത്. ശരിയല്ലടാ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്ടാ? പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും എന്ത് ചെയ്തടാ? ഇത് പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. Give direction and motivation to the later freedom struggles and revolutions all over the world. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും ഇതെന്ത് ചെയ്തടാ? പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. ശരിയാണ്. Put forward the concept of republican form of government. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. എന്താടാ? റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. The third point, that is, എന്താണ് മൂന്നാമത്തെ പോയിന്റ്? എന്താണ്? Prepared the first written constitution. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. ശരിയല്ലടാ? ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. അടുത്ത ലാസ്റ്റ് പോയിന്റ് ഈസ് സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. ശരിയല്ലടാ? Contributed to the concept of federal system that ensured freedom and authority of states in the union. അല്ലേ? സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് സമ്മാനിച്ചു. അപ്പൊ എന്തൊക്കെയാണടാ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ചെലുത്തിയ സ്വാധീനങ്ങൾ? ഒന്ന് പറഞ്ഞേടാ. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. പിന്നെ സംസ്ഥാനങ്ങൾക്ക് അധികാരവും, അല്ലെ, സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. അതല്ലടാ? അപ്പൊ ഇത്രയുമാണ് എന്ത് ചെയ്തത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങളിൽ ചെലുത്തിയ സ്വാധീനങ്ങൾ. ശരിയാണ്. എടാ മക്കളെ, ഏതാണ്ട് 20-21 പേജുകളിലായിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്ന ചാപ്റ്റർ ഉള്ളത്. നമുക്കതിൽ ആകെ 4 റെവല്യൂഷൻസേ പഠിക്കാനുള്ളൂ. അതിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പ്രിസൈസ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് നമ്മൾ പഠിച്ചാൽ മതി. അല്ലാതെ ഒരു ലൈൻ ബൈ ലൈൻ ഡീറ്റെയിൽഡ് അനാലിസിസ് ഇനി വേണ്ട. കാരണം ഇനി വളരെ കുറച്ച് ദിവസങ്ങളെ നിങ്ങൾക്ക് മുന്നിലുള്ളൂ. സോ വളരെ സ്മാർട്ടായിട്ട്, വളരെ സ്ട്രാറ്റജിക്കലായിട്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് A+ലേക്ക് എത്താൻ പറ്റുള്ളൂ. ശരിയല്ലേ? അല്ലാതെ ഇത്തിരി പഠിച്ച് ഇത്തിരി പുകയൊക്കെ നിറച്ചാൽ മാർക്ക് മേടിക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ് സോഷ്യൽ സയൻസ്. ശരിയാണ്. പക്ഷേ A+ മേടിക്കാൻ അതുപോരാ. A+ മേടിക്കണമെങ്കിൽ ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തെ ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങൾ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തിരിക്കണം. സോ ഈ 6 മാർക്കിൻ്റെ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ 4 റെവല്യൂഷൻസ് മാത്രം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചാൽ മതി. അതിന് ഈ 4 റെവല്യൂഷൻസിൽ നിന്നും ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ ആദ്യം പറഞ്ഞ 4 കീ എലമെൻറ്റിലൂടെ നിങ്ങൾ കടന്നു പോയാൽ മതി. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, റീസൺസ്, ലീഡേഴ്സ് ആൻഡ് ദെയർ കോഡ്സ്, റിസൾട്ട്സ് ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർ എഫക്ട്സ്. ഇനി പറ മക്കളെ, നമ്മൾ ഇത്രയും നേരം കഴിഞ്ഞ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഈ 4 പോയിന്റിലൂടെ കവർ ചെയ്ത് പോയപ്പോൾ നിങ്ങൾക്ക് 6 മാർക്കിൻ്റെ എസ്സേയിൽ ക്ലിയർ ആയിട്ട് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് എഴുതാനുള്ള പോയിന്റ്സ് കിട്ടിയോ? കൃത്യമായിട്ട് കിട്ടിയോ? ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ടാവും. ശരിയല്ലേ? നമ്മൾ ഈ 6 മാർക്കിലൂടെ 6 ഔട്ട് ഓഫ് 6 അടിക്കാനുള്ള എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. സോ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പറഞ്ഞു, റീസൺസ് നമ്മൾ പറഞ്ഞു, ലീഡേഴ്സ് ആൻഡ് ദെയർ ഐഡിയോളജീസ് നമ്മൾ പറഞ്ഞു, അതുപോലെ റിസൾട്ട്സ് ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർ എഫക്ട്സ് നമ്മൾ പറഞ്ഞു. ഇതിലൂടെ കടന്നു പോയപ്പോൾ മെർക്കന്റിലിസ്റ്റ് ലോ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരുന്നു. 5 മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിരുന്നു. കൂടാതെ കോണ്ടിനെന്റൽ കോൺഗ്രസ്, അല്ലെ, കോണ്ടിനെന്റൽ കോൺഗ്രസ്സിലെ 3 കോണ്ടിനെന്റൽ കോൺഗ്രസ്സുകൾ നമ്മളിങ്ങനെ ടേബിളാക്കി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. സോ ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പ്രിസൈസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽ നിന്നും, ഈ റെവല്യൂഷനിൽ നിന്നും എസ്സേ ചോദിക്കുന്നുണ്ടെങ്കിൽ 6 ഔട്ട് ഓഫ് 6 ഷുവറാണ്. സോ മക്കളെ, നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ പോയിന്റുകൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ
അടുത്തൊരു റെവല്യൂഷനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാടാ, തൊട്ടടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായിടാ. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷ. ഓക്കെ, പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കേടാ മക്കളെ, അപ്പോൾ നമുക്ക് ബൈ.